ലോകപ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിഷ്ണു ഭഗവാന് സമർപ്പിച്ച കേരളത്തിലെ പുരാതന ക്ഷേത്രമുള്ള ഇടം. നിരവധി ആയുർവേദ യോഗ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മിനി ഗോവ എന്നും പാപനാശ കടപ്പുറം എന്നും വിളിപ്പേരുള്ള ബീച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പാരാഗ്ലൈഡിംഗ്, സർഫിംഗ്, സ്റ്റോർക്കെല്ലിംഗ് പോലുള്ള നിരവധി വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളുള്ള വിദേശ സഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന ഒരിടം. പറയാൻ ഒരുപാടുണ്ട്, ഒറ്റ പേര് വർക്കല. നമുക്കാദ്യം വർക്കലയിലെ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, പിന്നെ വർക്കല ബീച്ച്, ഇതെല്ലാം ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു വന്നാലോ? ആദ്യം തന്നെ നമുക്ക് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലൊന്ന് പോകാം. വിശുദ്ധമായ വാരാണസിക്ക് തുല്യമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നുണ്ട്. മഹാവിഷ്ണു ജനാർദ്ദന സ്വാമി എന്ന രൂപത്തിൽ മുഖ്യദേവനായ ഇവിടെ ശ്രീദേവി ഭൂദേവി സമേതനായാണ് മുഖ്യപ്രതിഷ്ഠ. ഭാഗവത പുരാണത്തിലും മഹാഭാരതത്തിലും ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ ഈ ക്ഷേത്രം സന്ദർശിച്ചതായി പറയുന്നുണ്ട്. 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം കാലക്രമേണ തകർന്നു പോവുകയും പിന്നീട് ഒരു പാണ്ഡ്യരാജാവ് പുനർനിർമ്മിക്കുകയും ചെയ്തതാണ്. ക്ഷേത്രത്തിന് വേണ്ട വിഗ്രഹം കടലിൽ നിന്നാണ് ലഭിച്ചതത്രേ. 17-ാം നൂറ്റാണ്ടിൽ ഉമയ്യമ്മ റാണിയുടെ കാലത്ത് ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നതായും തുടർന്ന് പുനരുദ്ധാരണം നടത്തിയതായും രേഖകളുണ്ട് എന്നും പറയപ്പെടുന്നു. അതേപോലെ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കൽപ്പടവുകളോടുകൂടിയ വലിയ ഒരു കുളമാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വർക്കലയിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കല ബീച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.